എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വിഷു ആശംസകൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. കാരണം നമുക്ക് ഒരു ദിവസം പോലും വെറുതെ വിടാനില്ല. കാരണം എക്സാം വരാറായി. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാ ദിവസവും കുറച്ചെങ്കിലും ക്വസ്റ്റ്യൻസ് പഠിച്ചാലേ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്നും കൂടി നമ്മൾ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 2x - y + z = 6. x + y + 2z = 7 എന്നീ തലങ്ങൾ നിർണ്ണയിക്കുന്ന കോൺ എത്ര? എങ്ങനെയാണ് നമുക്ക് ഈ തലങ്ങൾ നിർണ്ണയിക്കുന്ന കോൺ കണ്ടുപിടിക്കാൻ പറ്റുക? ഇപ്പൊ നമ്മള് ഒരു ഫോം a1x + b1y + c1z + d1 = 0 അങ്ങനെയുള്ള ഫോം ആണെന്ന് വിചാരിക്കുക. രണ്ടാമത്തത് a2x + b2y + c2z + d2 = 0 ഇങ്ങനെയുള്ള രണ്ട് പ്ലെയിൻ ആണ് തന്നിരിക്കണതെന്ന് വിചാരിക്കുക. അങ്ങനെ ആവുമ്പോൾ ആംഗിൾ ബിറ്റ്വീൻ കാണാൻ വേണ്ടിയിട്ടുള്ള വാക്യം എന്താണ്? cos θ = a1 a2 + b1 b2 + c1 c2 divided by √a1 square + a1 square + b1 square + c1 square into √a2 square + b2 square + c2 square. ഇതാണ് വാക്യം. അപ്പൊ നമുക്ക് ഇതിൽ a1x ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഏതാണ്? a1 എത്രയാണ്? 2 എന്ന് വന്നു അല്ലേ? b1 എത്രയാണ് നോക്കൂ, -1 ആണ്. c1 എത്രയാണ്? 1 ആണ് അല്ലേ? d1 എന്താണ്? -1 ആണ്. d1 എന്ന് പറയുന്നത് -1 അല്ല, -6 ആണ് അല്ലേ? =0 എന്നുള്ള ഫോമിൽ വരുമ്പോൾ -6 = 0 എന്നല്ലേ വരിക. അപ്പൊ a1 ഉം a2 ഇനി a2 എന്താണ്? 1 വരും. b2 എന്ത് വരും? 1 വരും. c2 എന്ത് വരും? 2 വരും. d2 എന്താ വരിക? -7. അപ്പൊ ഇനി നമുക്ക് ഇതില് അപ്ലൈ ചെയ്യാം. cos θ = a1 a2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 1 അതായത് 2 + b1 b2 എന്ന് പറഞ്ഞാലോ -1 × 1 -1 + c1 c2 എന്ന് പറഞ്ഞാലോ 1 × 2 2. അപ്പോൾ 4 - 1 3 എന്നുള്ളതാണ് മുകളിൽ വരിക അല്ലേ? ഡിവൈഡഡ് ബൈ √a1 square + b1 square + c1 square എന്ന് പറഞ്ഞാൽ √2 square എന്താണ്? 4 + -1 whole square 1 + 1 square 1 into √a2 square എത്രയാണ്? 1 1 square 1 തന്നെയല്ലേ? + b2 square 1 + c2 square എത്രയാണ്? 2 square 4 ആണ് അല്ലേ? അപ്പൊ √6 × √6 അത് എത്രയാണ് വരിക? 6 എന്ന് വരും അല്ലേ? അപ്പൊ മുകളിൽ ഏതാണ്? 3/6 എന്ന് വരും. അപ്പൊ ഏതാണ് ആൻസർ ഇവിടെ വരിക? 1/2 ആണ്. cos θ 1/2 ആവണതിന് തീറ്റ ഏത് വരും? നിങ്ങൾക്ക് അറിയാം അല്ലെ? തീറ്റ എന്ത് വരണം? 60 ഡിഗ്രി വരുമ്പോഴാണ് cos θ = 1/2. അത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. sin θ ആവുമ്പോൾ 0 1/2 1/√2 √3/2 1 ഇങ്ങനെയാണ് ഏതിന് വരിക? sin θക്ക് വരിക. അപ്പൊ cos θ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇവിടുന്ന് 1 പിന്നെ √3/2 പിന്നെ 1/√2 1/2 0. അപ്പൊ ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. അപ്പൊ 1/2 60 ഡിഗ്രിയിലാണ് വരിക. അങ്ങനെയാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? 60 ഡിഗ്രി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. (2x - 2y + z + 3 = 0) 4x - 4y + 2z + 5 = 0 എന്നീ തലങ്ങൾ
സമാന്തരങ്ങളാണെങ്കിൽ അവ തമ്മിലുള്ള അകലം എന്ത്? സമാന്തരങ്ങളാണ് വെച്ചെങ്കിൽ, സമാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലൽ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുള്ള അകലം കാണാനുള്ള വാക്യം എന്താണെന്ന് അറിയോ? ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മള് ഇവിടെ a1x, ഇത് ax പ്ലസ് by പ്ലസ് zz എന്നുള്ള ഫോം അല്ലേ? നോക്കൂ, zz പ്ലസ് d1 അല്ലേ? ഇങ്ങനെ ഒരു വാക്യല്ലേ? ഇവിടെ എന്താണ്? ax പ്ലസ് by പ്ലസ് zz പ്ലസ് d2 ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാക്കണം. അതായത് a എന്നുള്ളത് കോമൺ ആവണം രണ്ടിനും. അപ്പൊ 2 എന്നുള്ളതാണ് ഇവിടെ വരുന്നത്, ഇവിടെ 4 ആണ് വരുന്നത്. അപ്പൊ ഡിവൈഡഡ് ബൈ 2 എല്ലായിടത്തും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2x മൈനസ് 2y പ്ലസ് z പ്ലസ് 5/2 എന്ന് കിട്ടില്ലേ? ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ. ഇതും സെയിം ആണ്. കാരണം എന്താണ്? നമ്മൾ ബൈ 2 എല്ലാത്തിലും ചെയ്തു. അപ്പൊ ഇത് സെയിം ആയി അല്ലെ? എ സെയിം ആയി, ഇതിലെ ബി സെയിം ആയോ? നോക്കൂ, ബിയും സെയിം ആയി, സിയും സെയിം ആയി. അങ്ങനെയുള്ള വാക്യമാണ് വെച്ചെങ്കിൽ അതിന്റെ അകലം തമ്മിലുള്ള അകലം കാണാനുള്ള വാക്യം എന്താണ്? മോഡ് d1 മൈനസ് d2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് c സ്ക്വയർ. അപ്പൊ ഇവിടെ d1 എന്താ വന്നിരിക്കുന്നത്? d1 3 ആണ് അല്ലെ? മോഡ് 3 മൈനസ് d2 നമുക്ക് എന്താ വന്നേ? 5/2 എടുക്കണം അല്ലെ? 5 എടുത്താ പോരാ. കാരണം എന്താണ്? ഇവിടെ നമ്മൾ സെയിം ആക്കി, അപ്പൊ 5/2 ആക്കി അല്ലെ? അപ്പൊ 3 മൈനസ് 5/2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് c സ്ക്വയർ എന്താ വരിക? റൂട്ട് ഓഫ് 4 പ്ലസ് 4 പ്ലസ് 1 അല്ലെ? അപ്പൊ ഇത് എന്ത് വരും നോക്കൂ, ഇതിന്റെ LCM കാണുമ്പോൾ ബൈ 2 ആക്കും. 6 മൈനസ് 5 എന്ന് പറയുന്നത് 1 ആവും. 1/2 ബൈ റൂട്ട് എന്ത് വരും? 4 4 8 1 9. അപ്പം 3 ആണ്. റൂട്ട് 9 എന്ന് പറയുന്നത് 3 അല്ലേ? അപ്പൊ എന്ത് വരും? 1/2 ഇൻറ്റു 3. അതായത് എത്രയാണ്? 1/6. ഏതാണ് ഓപ്ഷൻ? നോക്കൂ, ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കൂടുതൽ വേണമെങ്കിൽ കമന്റ് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് പ്ലസ് 2y മൈനസ് z ഈക്വൽ ടു 2, 2x പ്ലസ് y പ്ലസ് z ഈക്വൽ ടു 4 എന്നീ തലങ്ങൾ തമ്മിലുള്ള ന്യൂനകോണിന്റെ അളവ് എത്ര? എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ഞാൻ ആദ്യമേ പറഞ്ഞു അല്ലെ? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ? കോസ് തീറ്റ ഈക്വൽ ടു a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ പ്ലസ് c1 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് a2 സ്ക്വയർ പ്ലസ് b2 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ. അപ്പൊ ഇവിടെ ഓരോന്നിലും നമ്മൾ വാല്യൂ കൊടുക്കണം. അപ്പൊ എങ്ങനെയാണ്? a1 a2 എന്ന് പറഞ്ഞാൽ ഇത് ഇൻറ്റു ഇത് വരും. 1 ഇൻറ്റു 2 അത് എത്രയാണ്? 2 പ്ലസ് 2 ഇൻറ്റു 1 അതായത് എത്രയാണ്? 2 വരും. മൈനസ് 1 ഇൻറ്റു പ്ലസ് 1 അത് എത്രയാണ്? 1 മൈനസ് 1 അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്, ഇനി ഇതിന്റെ റൂട്ട് എങ്ങനെ വരിക? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ അല്ലേ? അപ്പൊ 2 സ്ക്വയർ 4 വരും. 4 1 5, 5 പ്ലസ് 1 6, റൂട്ട് 6 ഇൻറ്റു ഇവിടെ എന്ത് വരും നോക്കൂ, ഇതിലും 4 പ്ലസ് 1 പ്ലസ് 5, 4 പ്ലസ് 1 5, 5 പ്ലസ് 1 6, റൂട്ട് 6 തന്നെ വരും. അപ്പൊ ഇവിടെ എന്താ വരിക? 4 മൈനസ് 1 എത്രയാണ്? 3. 3/6 എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ആണ്. അപ്പോ കോസ് തീറ്റയ്ക്ക് 1/2 വരണ തീറ്റ ഏതാണ്? തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ് അല്ലെ? അത് പൈയുടെ അളവിൽ എഴുതുമ്പോ എന്താണ്? പൈ എന്ന് പറയുന്നത് 180 അല്ലേ? 180/3 അല്ലേ? 60 ഡിഗ്രി. അപ്പൊ π/3 ഏതാണ് ഓപ്ഷൻ? നോക്കൂ, സി എന്നുള്ളതാണ് ഓപ്ഷൻ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്ന് വൈ മൈനസ് സെഡ് ഈക്വൽ ടു 0, 2y പ്ലസ് സെഡ് ഈക്വൽ ടു 0 എന്നീ തലങ്ങൾ തമ്മിലുള്ള ന്യൂനകോൺ എത്രയായിരിക്കും? എങ്ങനെ കാണാ? ഇതേപോലെ തന്നെ ചെയ്താൽ മതി അല്ലെ. എക്സിന്റെ A1 x എന്ന് പറയുമ്പോൾ A1 ഇവിടെ എന്തില്ല, ഇല്ല, 0 ആണ് അല്ലെ. ഇനി A1 x പ്ലസ് B1 y പ്ലസ് C1 അല്ലെ. B1 3 ആണ്, C1 മൈനസ് 1 ആണ്. ഇനി ഇവിടെ എന്താണ്, A1 0 ആണ് അല്ലെ. B1 എന്തായി, 2 ആയി. C1 എന്തായി, 1 ആയി. അപ്പൊ നമുക്ക് ഇനി എഴുതാം കോസ് തീറ്റ ഈക്വൽ ടു A1 A2. A1 A2 എന്ന് പറഞ്ഞാൽ 0 തന്നെ വരും. പ്ലസ് B1 B2 എന്ന് പറഞ്ഞാലോ 3 into 2, അത് എത്രയാണ് വരിക, 6. പ്ലസ് C1 C2 എന്ന് പറഞ്ഞാലോ മൈനസ് 1 into 1, അത് എത്രയാണ്, -1. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ 0 ആയി പോയില്ലേ. B1 സ്ക്വയർ എന്താണ്, 9. 9 പ്ലസ് 1 10, റൂട്ട് 10 ഇൻറ്റു റൂട്ട് ഓഫ് ഇവിടെ എന്താ വരിക, A2x ആയിട്ടാണ് എടുക്കേണ്ടത് കേട്ടാ. ഇത് A2 ആണ്. A2x പ്ലസ് B2y, A2 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ ആണ് എഴുതേണ്ടത്. അപ്പോൾ 4 പ്ലസ് 1 5. അപ്പൊ ഇവിടെ എന്ത് വരും നോക്കൂ, 5/√50 എന്ന് വരില്ലേ. 50 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, 25 into 2 അല്ലേ. അപ്പൊ 5√2 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ എന്ത് വരും, 1/√2 എന്ന് വരും. 1/√2. അപ്പം കോസ് തീറ്റ 1/√2 ആവണ തീറ്റ എന്താണ്, തീറ്റ ഈക്വൽ ടു 45 അപ്പൊ 45 ആവണെച്ചെങ്കിൽ ഇതിൽ നമ്മൾ എങ്ങനെ എഴുതണം, 180/4 അല്ലേ 45. അപ്പൊ π/4, തീറ്റ ഈക്വൽ ടു π/4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2x മൈനസ് 3y പ്ലസ് 6z പ്ലസ് 12 ഈക്വൽ ടു 0. 2x മൈനസ് 3y പ്ലസ് 6z മൈനസ് 2 ഈക്വൽ ടു 0 എന്നീ സമാന്തര തലങ്ങൾ തമ്മിൽ എന്തകലത്തിലായിരിക്കും? അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? നമുക്കറിയാം വാക്യം അല്ലെ. അകലം കണ്ടുപിടിക്കാനുള്ള, സമാന്തര അകലങ്ങൾ കണ്ടുപിടിക്കാനുള്ള വാക്യം എന്താണ്, മോഡ് d1 മൈനസ് d2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് c സ്ക്വയർ. ഇത് സെയിം ആവണം അല്ലെ. ഇവിടെ എയും ബിയും സിയും ഇവിടുത്തെ എയും ബിയും സിയും സെയിം ആവണം. എങ്കിൽ മാത്രമേ അത് പാരലൽ ഉള്ളൂ അല്ലെ, സമാന്തരമാകുള്ളൂ. സമാന്തരമാകണതിന്റെ ഒരു കാര്യം എന്താണ്, A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2 ആവണം. എങ്കിലേ അത് പാരലൽ ആവുള്ളൂ. അപ്പൊ നമുക്ക് ഇത് സെയിം ആയി വന്നു. അപ്പൊ ഇവിടെ എങ്ങനെ വരും, D1 എന്നുള്ളത് 12 അല്ലെ, -2, അത് എത്രയാണ് വരിക, മോഡ് 14 അല്ലെ. മോഡ് 14 എന്ന് പറഞ്ഞാൽ 14 തന്നെയല്ലേ. ഡിവൈഡഡ് ബൈ എത്ര വരും, റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. A സ്ക്വയർ എത്രയാണ്, 4 പ്ലസ് B സ്ക്വയർ എത്രയാണ്, 9. 9 4 13 ആയി അല്ലെ. 13 പ്ലസ് 6 36, 13 36 49, റൂട്ട് 49 എന്ന് വന്നു. അത് എത്രയാണ്, 7. 14/7 എന്ന് പറയുന്നത് എത്രയാണ്, 2. അപ്പൊ ഏതാണ് ആൻസർ, എ എന്നുള്ള ഓപ്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്ന് എക്സ് പ്ലസ് 4y മൈനസ് 5z ഈക്വൽ ടു 0. 3x പ്ലസ് 4y മൈനസ് 5z പ്ലസ് 3 ഈക്വൽ ടു 0 എന്നീ തലങ്ങൾ സമാന്തര തലങ്ങളാണ്. ഇവ തമ്മിൽ എന്ത് അകലം കാണും? സമാന്തരമാണോ നോക്കൂ. A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2 ആണ് അല്ലെ. അപ്പൊ അവ തമ്മിലുള്ള അകലം കാണാനുള്ള വാക്യം എന്താണ്, മോഡ് d1 മൈനസ് d2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് C സ്ക്വയർ അല്ലെ.
ഇവിടെ എന്ത് വരും? മോഡ് D1 എന്ന് പറഞ്ഞാൽ 0 അല്ലെ, മൈനസ് D2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3. അപ്പം മോഡ് -3 എന്ന് പറഞ്ഞാൽ 3 വരും അല്ലെ. റൂട്ട് ഓഫ് A² + B² + C² എന്ത് വരും? 3² 9 പ്ലസ് 4² 16 പ്ലസ് 5² 25. അപ്പൊ റൂട്ട് 50 എന്ന് വരും അല്ലെ. അപ്പൊ എന്ത് വരും? 3 റൂട്ട് 50 എന്ന് പറഞ്ഞാൽ 5√2 അല്ലെ. 5 25, 25 × 2 അല്ലേ 50. 25ന്റെ റൂട്ട് വരുമ്പോ 5 എന്ന് വരും. 5√2. അപ്പൊ ഏതാണ് ആൻസർ നോക്കൂ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. (3x + y - z - 4 = 0) എന്ന തലത്തിനെ -1, 2, -1, 2, 3 എന്ന ബിന്ദുവിൽ നിന്നുള്ള ലംബ അകലം. എങ്ങനെയാണ് നമ്മൾ ലംബ അകലം കണ്ടുപിടിക്കുക? അതായത് ഇത് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ലംബ അകലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് വേണ്ടത് അല്ലെ. ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാനുള്ള വാക്യം എന്താണ്? പോയിന്റ് x1, ഇപ്പോ പോയിന്റ് x1 y1 z1 ആണ് വെച്ചെങ്കിൽ, y1 z1 ആണ് വെച്ചെങ്കിൽ ഏതാണ്? ax + by + zz + d = 0 എന്നുള്ള പ്ലെയിൻ ആണെങ്കിൽ അതിന്റെ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ കാണാനുള്ള വാക്യം എന്താന്ന് നമുക്കറിയാം അല്ലെ. എങ്ങനെയാണ്? ax1 + by1 + zz1 + d ഡിവൈഡഡ് ബൈ √(a² + b² + c²). അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ x1 കൊടുക്കുക, വൈന്റെ സ്ഥാനത്ത് y1 കൊടുക്കുക. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? ഇവിടെ x1 എന്താണ്? -1. അപ്പൊ 3 × -1 പ്ലസ് വൈന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? ഇത് കൊടുക്കുക അല്ലെ. വൈന്റെ സ്ഥാനത്ത് y1 കൊടുക്കുക, അതായത് 2 കൊടുക്കുക, -z3 മൈനസ് d -4 അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? -3 + 2 -3 -4 അല്ലെ. അപ്പൊ എന്താണ്? -10 + 2 അതായത് -8 എന്ന് വരും. -8 ഡിവൈഡഡ് ബൈ √(a² + b² + c² എന്ത് വരും? √9 + 1 + 1 അതായത് √11. അപ്പൊ മൈനസ് ആവുമോ? നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല, പോസിറ്റീവ് ആണ് എടുക്കണ്ടേ അല്ലെ. അപ്പൊ നമ്മൾ എന്തെടുക്കുക? 8/√11 എന്ന് എടുക്കുക. അതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. (4x - 7y + 8z - 19 = 0) എന്ന തലത്തിനെ -6, 7, 5 എന്ന ബിന്ദുവിൽ നിന്നുള്ള അകലം. ഇതേപോലെ തന്നെ നമുക്ക് ചെയ്താൽ മതി അല്ലെ. ഇതില് എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? -6 കൊടുക്കുക. അപ്പൊ 4 × -6 എന്താവും? -24 ആവും. -7 × 7 അല്ലെ. 7 × 7 + 8 × 5. പിന്നെ എന്താണ്? 8 × 5 -19 അല്ലേ. -19 ഡിവൈഡഡ് ബൈ √(a² എന്താണ്? 16 പ്ലസ് b² എന്താണ്? 49 പ്ലസ് 64. അപ്പൊ നമുക്ക് എന്ത് വരും നോക്കൂ? -24 -49 -24 -49 പ്ലസ് 40 -19 അല്ലെ. ഇവിടെ 49ഉം -49ഉം പ്ലസ് 40ഉം കൂടി ആവുമ്പോ -9 എന്ന് വരില്ലേ. -9ഉം 19ഉം എന്ന് പറഞ്ഞാൽ -28 ആയില്ലേ. 28ഉം 24ഉം എന്ന് പറഞ്ഞാൽ എത്രയായി? 52 ആയില്ലേ. അപ്പൊ -52 ഡിവൈഡഡ് ബൈ, ഇനി ഇത് എത്ര വരിക? 16, 6 4 10, 10 9 19, 1 7 4 11 1 12, 129 √129. അപ്പൊ -52
ഡിവൈഡഡ് ബൈ റൂട്ട് 129. മൈനസ് ആവില്ലല്ലോ എന്തായാലും. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നെഗറ്റീവ് ആവില്ല, പോസിറ്റീവ് ആവും അല്ലെ. അപ്പൊ നമുക്ക് ഏതാണ് ആൻസർ വരിക? 52 ബൈ റൂട്ട് 129 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2x മൈനസ് 3y പ്ലസ് 6z പ്ലസ് 12 ഈക്വൽ ടു 0. 2x മൈനസ് 3y പ്ലസ് 6z മൈനസ് 2 ഈക്വൽ ടു 0 എന്നീ സമാന്തര തലങ്ങൾ തമ്മിൽ, സമാന്തരമാണോ നോക്കി നോക്കൂ. a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2 അല്ലെ. അപ്പൊ നമുക്ക് അറിയാം സമാന്തര തലാണ്. അപ്പൊ ഇനി സമാന്തര തലങ്ങൾ തമ്മിലുള്ള അകലം കാണാനുള്ള വാക്യം എന്താണ്? സമാന്തരമാണെങ്കിൽ നമുക്ക് ആദ്യമേ നമ്മൾ ചെയ്തു അല്ലെ. എങ്ങനെയാണ്? മോഡ് d1 മൈനസ് d2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് c സ്ക്വയർ. അപ്പൊ ഇവിടെ എന്ത് വരും? മോഡ് 12 മൈനസ് മൈനസ് 2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 9 പ്ലസ് 36. 36 4 40, 9 49. അപ്പൊ റൂട്ട് 49 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 7 എന്ന് വരും. മുകളിൽ എന്ത് വരും നോക്കൂ? 12 പ്ലസ് 2 എന്ന് വരില്ലേ? 14. മോഡ് 14 എന്ന് പറഞ്ഞാൽ 14 തന്നെ. 14 ബൈ 7 എത്രയാണ്? 2. അപ്പൊ ഏതാണ് ആൻസർ നോക്കൂ? 2 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കൂടുതൽ അതായത് കൂടുതൽ സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു 23ഓളം സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആയി ഇടുന്നു. അതായത് 10ഓ 15ഓ ക്വസ്റ്റ്യൻസ് വെച്ചാണ് ഒരു ദിവസം നമ്മൾ ഇടുന്നത്. അപ്പോൾ അതെല്ലാം നോക്കി പഠിക്കുക, എങ്കിൽ മാത്രമേ നല്ല നല്ല മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3x പ്ലസ് 4y മൈനസ് 5z പ്ലസ് 8 ഈക്വൽ ടു 0. 3x പ്ലസ് 4y മൈനസ് 5z പ്ലസ് 4 ഈക്വൽ ടു 0 എന്നീ സമാന്തര തലങ്ങൾ തമ്മിലുള്ള അകലം. സമാന്തര തലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പാരലൽ ലൈൻസ് ആണ് അല്ലെ. പാരലൽ ലൈൻസ് ആവുമ്പോ പാരലൽ പ്ലെയിൻസ്, സോറി ലൈൻസ് അല്ല, പാരലൽ പ്ലെയിൻസ് ആവുമ്പോ നമുക്ക് അതിന്റെ ഡിസ്റ്റൻസ് കാണാനുള്ള വാക്യം ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുള്ളൂ. മോഡ് d1 മൈനസ് d2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് c സ്ക്വയർ. അപ്പൊ ഇവിടെ എന്ത് വരും? 8 മൈനസ് 4. അത് എത്രയാണ്? 4. മോഡ് 4 എന്ന് പറഞ്ഞാൽ 4 തന്നെയല്ലേ. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എന്ത് വരും? 9 പ്ലസ് 16 25. 25 പ്ലസ് 25 50 എന്ന് വരും. അപ്പൊ എന്താണ്? 4 ബൈ റൂട്ട് 50. 4 ബൈ റൂട്ട് 50നെ കുറച്ചും കൂടി ചെറുതാക്കാൻ പറ്റില്ലേ? എങ്ങനെയാ ചെറുതാക്കുക? 2 ഇൻറ്റു 2 ബൈ ഇവിടെ എന്താ വരിക? 5 ഇൻറ്റു റൂട്ട് 2 അല്ലേ അത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് 2 റൂട്ട് 2 ബൈ 5 എന്ന് എഴുതിക്കൂടെ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.